അയ്യപ്പനെ ദ്രോഹിക്കാൻ നമ്മൾ സമ്മതിക്കില്ല, നമ്മൾ ദ്രോഹിക്കാൻ അയ്യപ്പനെ സമ്മതിക്കും. അത് ജാതി മത ഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളല്ലേ അയ്യപ്പൻ. ഞാൻ ക്രിസ്ത്യാനിറ്റിയിൽ വളർന്ന ഒരാളാണ്. പക്ഷേ നമ്മൾ ഒരുപാട് ഈ അങ്ങനെയൊക്കെ കാണാൻ പോയിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ അയ്യപ്പനെ ദ്രോഹിക്കാൻ നമ്മൾ സമ്മതിക്കില്ല, നമ്മൾ ദ്രോഹിക്കാൻ അയ്യപ്പനെ സമ്മതിക്കില്ല. ആ ഒരു മെസ്സേജ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കാണാൻ പറ്റുമോ? അയ്യപ്പനെ കണ്ടതുപോലൊരു ഫീല് സിനിമ കഴിഞ്ഞപ്പോൾ ശരിക്കും സങ്കടം വന്ന് കണ്ണു നിറഞ്ഞു. നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാ പാട്ടുകളും എല്ലാം അഭിനയിക്കുന്നവരെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. സിനിമ അടിപൊളി, സൂപ്പർ. പിന്നെ ഇന്ന് ഉത്രം നക്ഷത്രമാണ്, അയ്യപ്പൻ്റെ ജന്മദിനത്തിനാണ് നമ്മളിപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ശബരിമലയിൽ ഞാനിപ്പോൾ പോയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ തോന്നി. അടിപൊളി, നല്ല സൂപ്പർ പടം, കാണേണ്ട പടം തന്നെ. അപ്പോൾ വളരെ ഭക്തിസാന്ദ്രമായൊരു സിനിമ. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും അയ്യപ്പ ദർശനം എന്ന് പറഞ്ഞാൽ എല്ലാ നാനാജാതി മതസ്ഥർക്കുമാണ് എന്ന് പറഞ്ഞ പോലെ ഈ സിനിമയും എല്ലാവർക്കും. ഇപ്പോൾ അയ്യപ്പൻ്റെ പടം എന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന അങ്ങനെ ഒരു ജോണറിൽപ്പെട്ടതല്ല, എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ പടം ചെയ്തിരിക്കുന്നത്.